ഏലിയമ്മ ടീച്ചർ വധക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. വിവിധ വകുപ്പുകളിലായി 15 വർഷം വേറെയും തടവ് ശിക്ഷ അനുഭവിക്കണം. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു. മനീഷ് മഹിപാൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിൽ വിധി പറയുമ്പോൾ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നത്? എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഈ ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്? ആലപ്പുഴയിലെ പ്രമാദമായ കൊലപാതക കേസുകളിൽ ഏറ്റവും ബ്രൂട്ടലായ കൊലപാതകങ്ങളിലൊന്നായിരുന്നു ഏലിയാമ്മ ടീച്ചർ വധക്കേസ്. ആ കേസിൽ ഇപ്പോഴിതാ 16 വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജീവപര്യന്തം ശിക്ഷ ഫ്രില്ലി എന്ന 39-കാരിക്ക് വിധിച്ചിട്ടുള്ളത്. അധികമായി 12 വർഷത്തിലധികം തടവും വിവിധ വകുപ്പുകളിൽ വിധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 75,000 രൂപ ഫൈനുമുണ്ട്. ഈ കേസിൽ 16 വർഷത്തോളം വിചാരണ നീണ്ടു. അത്രത്തോളം കാലം പ്രതിയും വിചാരണ തടവിൽ ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൽ 1 മാസത്തോളം കാലം സംഭവം കൃത്യം നടന്ന ശേഷം പോലീസ് ഇരുട്ടിൽ തപ്പിയ കേസ് കൂടിയാണ്. 2010 ഓഗസ്റ്റ് മാസമാണ് 23-കാരി ഫ്രില്ലി ഏലിയാമ്മ ടീച്ചറെ കൊലപ്പെടുത്തുന്നത്. സംഭവം ഇങ്ങനെയാണ്. അതായത് ഏലിയ ടീച്ചർക്ക് 4 മക്കളും ഭർത്താവുമാണുള്ളത്. അവര് 5 പേരും വിദേശത്താണുള്ളത്. വീട്ടിലൊരു വേലക്കാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. വേലക്കാരി വീട്ടിൽ പോയ ദിവസം അയൽക്കാരി കൂടിയായിട്ടുള്ള ഫ്രില്ലി അന്ന് വീട്ടിലെത്തി അടുക്കള വാതിൽക്കലിരുന്ന ഏലിയാമ്മ ടീച്ചറിനോട് സ്നേഹപൂർവ്വം സംസാരിച്ച ശേഷം പിന്നിൽ നിന്നും മുളക് പൊടി മുഖത്തേക്ക് എറിഞ്ഞ ശേഷം പിന്നീട് അടുക്കളയിലെത്തിച്ച് അവിടെ നിന്നും വെളിയിലേക്ക് പുറത്തേക്ക് തള്ളിയിട്ടു. അവിടെ വെച്ച് വാരിയെല്ലൊടിഞ്ഞു. പിന്നീട് മൂർച്ചയേറിയ കത്തി കയ്യിൽ കരുതിയിരുന്നു ഫ്രില്ലി ആ കത്തി ഉപയോഗിച്ച് കൈത്തണ്ട രണ്ടും മുറിച്ചു, അതായത് കൊലപ്പെടുത്തി. അങ്ങനെ ഏലിയാമ്മയുടെ കയ്യിലെയും കഴുത്തിലെയും കിടന്ന ആഭരണങ്ങൾ ഈ ഫ്രില്ലി വശത്താക്കി ഫ്രില്ലി അവിടെ നിന്ന് മോഷണം കൊണ്ടുപോയി. പിന്നീട് പോലീസ് വന്നപ്പോൾ ആദ്യം സാക്ഷിയായി, അതായത് ഈ സംഭവം കണ്ട ആദ്യ സാക്ഷിയായി മൊഴി നൽകിയത് ഫ്രില്ലി കൂടിയാണ്. പോലീസിനെ ഒരു വിധത്തിലുള്ള സംശയം ജനിപ്പിക്കുന്ന രീതി അല്ലായിരുന്നു അന്ന് മൊഴി നൽകിയത്. തമിഴ് നാടോടികളാണ് ഈ കൃത്യത്തിന് പിന്നിലെന്ന് അന്ന് മൊഴി നൽകി. ഏതാനും ചില ആളുകൾ അന്ന് വീടിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു, തമിഴ് നാടോടികൾ ഉണ്ടായിരുന്നു എന്നുള്ള മൊഴി നൽകിയത് പോലീസിനെ ഒരു വിധത്തിൽ പോലീസിന്റെ അന്വേഷണം മറ്റൊരു വഴിത്തിൽ അല്ലെങ്കിൽ പോലീസിനെ അന്വേഷണം തെറ്റിച്ചു. പിന്നീട് 1 മാസങ്ങൾക്ക് ശേഷം ഫ്രില്ലിയുടെ തന്നെ ഭർത്താവ് ഒരു അയൽക്കാരനോട് പറഞ്ഞ ഒരു സംഭാഷണമാണ് പുറത്തായതും പിന്നീട് കൊലപാതകത്തിലേക്ക് നിർണായകമായ വഴിത്തിരിലേക്ക് ആലപ്പുഴ നോർത്ത് പോലീസിൽ എത്തും. അങ്ങനെ 2010 ഓഗസ്റ്റ് മാസം നടന്ന സംഭവത്തിൽ അടുത്ത മാസമാണ് ഫ്രില്ലിക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോഴിതാ കേസിൽ 43 സാക്ഷികൾ, തൊണ്ടികൾ, ശാസ്ത്രീയ തെളിവുകളടക്കം കോടതിയിൽ സമർപ്പിക്കാൻ പ്രോസിക്യൂഷനായി എന്നത് ഏറ്റവും വിജയകരമായ ഒരു കാര്യമാണ്. ഇപ്പോഴിതാ ഈ കേസിലാണ് ഫ്രില്ലിക്ക് ജീവപര്യന്തം തടവ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. തടവിൽ ആലപ്പുഴ കണ്ട ഏറ്റവും പ്രമാദമായ ബ്രൂട്ടൽ കൊലപാതകങ്ങളൊന്നായിരുന്നു ഏലിയാമ്മ ടീച്ചർ വധക്കേസ്. തീർച്ചയായും മനീഷ് മഹിപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.